ആദ്യ 2 കേസുകളിൽ മുൻകൂർ ജാമ്യം നേടിയെങ്കിലും പിന്നീട് മൂന്നാമത്തെ കേസിൽ അതിൽ ഞെട്ടിക്കുന്ന നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. പഴുതടച്ചുള്ള നീക്കം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. രഹസ്യ നീക്കത്തിലൂടെ MLA കുടുക്കിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം അതിഗുരുതരമായ പരാതിയാണ് യുവതിയുടേതായി വരുന്നത്. ആദ്യ 2 കേസുകളിൽ സമാനമായ രീതിയിൽ തന്നെയുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകി ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ബലാത്സംഗം ചെയ്തു, കുട്ടി വേണമെന്ന് നിർബന്ധിച്ചു, ഗർഭിണിയായതോടെ ഈ ബന്ധം ഉപേക്ഷിക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ ഈ യുവതിയെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു, ക്രൂരമായി പീഡിപ്പിക്കുകയും നിരന്തരമായി പണം വാങ്ങുകയും ചെയ്തു, സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയുൾപ്പെടെ ചെയ്തു. പെൺകുട്ടിയിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങി എന്നതാണ് അന്വേഷണ സംഘത്തിന് കൃത്യമായും തെളിവ് സഹിതം ലഭിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനം നിർണായകമായ തെളിവുകൾ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ കേസിൽ തെളിവുകൾ MLAക്ക് കുരുക്കാവുകയും ചെയ്യും. എല്ലാ അതിജീവിതമാരെയും ഒരേ രീതിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചിരുന്നത് എന്ന് കൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വിലപിടിപ്പുള്ള വസ്തുക്കളും പണവും ഒക്കെ തന്നെയും രാഹുൽ കൈപ്പറ്റിയതിന്റെ തെളിവുകൾ യുവതി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഇതിൽ നിർബന്ധിച്ചുള്ള ഗർഭചിത്രം നടന്നിട്ടുണ്ട് എന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് യുവതി കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല DNA പരിശോധനയ്ക്ക് ഭ്രൂണം സൂക്ഷിച്ചിരുന്നു എന്ന നിർണായകമായ വിവരം കൂടിയുണ്ട്. അവർ DNA പരിശോധനയ്ക്ക് തയ്യാറായിരുന്നു, എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലതിന് തയ്യാറായില്ല. അങ്ങനെ മൂന്നാമത്തെ പീഡന പരാതിയിൽ മൂന്നാമത്തെ പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ആദ്യ 2 പീഡന കേസുകളിലും നിയമവഴിയിലൂടെ തടിതപ്പാൻ ശ്രമിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ മൂന്നാമത്തെ കേസിൽ അതിവിദഗ്ധമായ നീക്കത്തിലൂടെ SIT വലയിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് ഹോട്ടലിൽ വെച്ചാണ് ഹോട്ടൽ ജീവനക്കാർക്കൊപ്പം MLAയുടെ മുറിയിലെത്തിയാണ് കസ്റ്റഡിയിലെത്തി കൊണ്ടുപോയത്. ഈ വിവരം ചോരാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേക നീക്കങ്ങൾ, അതിരഹസ്യമായ നീക്കങ്ങളാണ് അന്വേഷണ സംഘം നടത്തിയത്. ഏതാണ്ട് രാത്രി 12 മണിക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ നൂറണി ഗ്രാമത്തിലെ ശാസ്ത്രാപ്രീതി ചടങ്ങിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരുന്നു. തൃശ്ശൂരിൽ നിന്ന് രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയത് രാത്രി 9 മണിയോടെയാണ്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഫോട്ടോയൊക്കെ പങ്കുവച്ചിരുന്നു MLA. ഈ സമയത്തൊക്കെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. രാഹുൽ മാത്രമല്ല, രാഹുലിന്റെ ഒപ്പമുള്ളവരും ജീവനക്കാരും അല്ലെങ്കിൽ ഒപ്പം നടക്കുന്ന അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ആളുകളും നിരീക്ഷണത്തിലായിരുന്നു. പാലക്കാട്ടെ താമസിച്ചിരുന്ന ഫ്ളാറ്റ് ഒഴിഞ്ഞ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്നത് നഗരത്തിൽ തന്നെയുള്ള KPM ഹോട്ടലാണ്. നമുക്കറിയാം, നീലപ്പെട്ടി വിവാദത്തിലൂടെയൊക്കെ ഏറെ അന്നും ശ്രദ്ധിക്കപ്പെട്ട ഹോട്ടലാണ് KPM ഹോട്ടൽ. KPM ഹോട്ടലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്നു. അവിടെ പോലീസ് അതീവ രഹസ്യമായി നീക്കം നടത്തുകയായിരുന്നു. 2002 റൂമിന്റെ സ്പെയർ കീ ഹോട്ടൽ ജീവനക്കാരിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു. ഹോട്ടൽ ജീവനക്കാരെ ഉൾപ്പെടെ നിരീക്ഷണത്തിലാക്കി. ഹോട്ടൽ മുറി പരിശോധിച്ച് അതിൽ ആരുമില്ല എന്നുറപ്പാക്കി. മാത്രമല്ല, പിന്നീട് MLA എത്തിയ ശേഷം കൃത്യമായി നിരീക്ഷിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുലിനെ പത്തനംതിട്ടയിലേക്ക് എത്തിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി തലസ്ഥാനത്തേക്ക് പോകുന്നുണ്ട്. അന്വേഷണ സംഘം തലസ്ഥാനത്ത് വെച്ചായിരിക്കും ചോദ്യം ചെയ്യുക. പക്ഷേ ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് എത്തുന്നത്. ഏതായാലും രാഹുലിനൊപ്പം യുവതി പാലക്കാട് എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. SIT സംഘം ഹോട്ടലിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നിരീക്ഷണത്തിലാക്കുകയും മുറിയുടെ സ്പെയർ താക്കോൽ വാങ്ങുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് കൃത്യമായി നിരീക്ഷിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ താമസിച്ചിരുന്ന മുറി ഇപ്പോഴും പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. അത് സീൽ ചെയ്തിരിക്കുകയാണ്. 15 മിനിറ്റ് കൊണ്ടാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്തത്. ഏറ്റവും നാടകീയമായ നീക്കങ്ങൾ എന്ന് തന്നെ പറയണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ റൂം എടുത്ത അതേ ഹോട്ടലിൽ തന്നെ മറ്റൊരു റൂമിൽ പോലീസ് സംഘം താമസിച്ചിരുന്നു. അങ്ങനെയാണ് രാത്രി 12:30യോടുകൂടി കസ്റ്റഡിയിലെടുക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മൂന്നാമത്തെ പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കിലായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. അതായത് എല്ലാ അതിജീവിതമാരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചത് ഒരേ രീതിയിലാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. ആദ്യ 2 കേസുകളിലും രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടിയെങ്കിൽ പോലും ഇതാ
മൂന്നാമത്തെ കേസിൽ വലയിലായിരിക്കുന്നു. പഴുതടച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ, പഴുതടച്ചുള്ള നീക്കത്തിനൊടുവിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് അവരുടെ പരാതിയിൽ പറയുന്നത്. സാമ്പത്തിക ചൂഷണം, നിർബന്ധിച്ചുള്ള ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ കൂടിയാണ് ചുമത്തിയിരിക്കുന്നത്. രാഹുലിനൊപ്പം യുവതി പാലക്കാട് എത്തിയിരുന്നു. അതിന്റെ തെളിവുകൾ കൂടി അന്വേഷണ സംഘം ശേഖരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. ഈ ഭ്രൂണം തെളിവായി സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുൾപ്പെടെ അതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറിയിരിക്കുന്നു എന്നുള്ള നിർണായക വിവരങ്ങൾ കൂടിയാണ് SITയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇതുവരെ 3 പീഡന പരാതികൾ ലഭിച്ചു. 3ലും കേസെടുത്തു. ആദ്യ 2 കേസുകളിൽ നിയമവഴിയിലൂടെ രാഹുൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതായത് അറസ്റ്റിൽ നിന്ന് ഒഴിവായി ഏറെ നാൾ ഒളിവിലൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചെത്തി വീണ്ടും സജീവമാവുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നലെയും പാലക്കാട് ഒരു പരിപാടി, തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ഒരു പരിപാടിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് പാലക്കാട്ടെ ഹോട്ടലിലെത്തിയത്. നിർണായകമായ നീക്കങ്ങളാണ് SITയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. 3 ബലാത്സംഗ കേസുകളിൽ പ്രതിയായ ഒരു MLAയെ പിടികൂടിയിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം. ഇമെയിൽ വഴി ലഭിച്ച പരാതി, അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാവിലെ 10 മണി മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരീക്ഷണത്തിലായിരുന്നു. രാത്രി ഹോട്ടലിലുണ്ടെന്ന് ഉറപ്പാക്കി. മാധ്യമങ്ങൾക്കോ മറ്റാർക്കും ഒരു സൂചന പോലും നൽകാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുവതിയുടെ മൊഴി കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർണായക മൊഴികളാണ് യുവതി നൽകിയിരിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുകയാണ്.